അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മുന്തിരി കൊണ്ടൊരു സ്ക്വാഷ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പെട്ടെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മുന്തിരി എടുക്കാം കേട്ടോ. ഇത് കുരുവുള്ള മുന്തിരിയാണ്, ആ ചെറിയ കുരുവായിട്ടുള്ള ആ മുന്തിരിയാണ്. കുരുവില്ലാത്ത മുന്തിരി ആയാലും എടുക്കാം, മുന്തിരി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് ഏകദേശം 1 കിലോ മുന്തിരിയാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുന്തിരി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, ഏറ്റവും ലോ ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ, 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ഏലക്കായ്, ചെറിയ ഏലക്കായ ആയതുകൊണ്ട് ഒരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 3 മതിയാവും, അത്രേ വേണ്ടൂ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത മുന്തിരി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി പുളിയാകുമ്പം ആ ഒരു സ്ക്വാഷിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അധികം പുളിയില്ലാത്ത മുന്തിരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ട് വേണ്ടുന്നവർക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല ഇച്ചിരി ലൂസായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മുന്തിരി തിളയ്ക്കേണ്ടതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ മുന്തിരിയുടെ ആ തോലും ഒക്കെ വിട്ട് വരണം. അതുപോലെ നന്നായിട്ട് ആ ജ്യൂസൊക്കെ നന്നായിട്ട് വരണം. അപ്പൊ അതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പൊ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ പതക്കുന്നുണ്ട്. നമ്മൾ മൂടി വെച്ചത് കൊണ്ട് നമുക്ക് പുറത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒന്ന് മൂടി തീ കുറച്ചിട്ടൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ. ഒന്ന് നല്ലോണം പതച്ചിട്ടുണ്ട്, തോലൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് ആവട്ടെ. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതാണ് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഗ്ലാസ് മൂടി ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ നല്ലോണം തിളയ്ക്കുന്നത് കാണാം. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ട് തുറന്നതാണ്. ഒന്നുകൂടി നന്നായിട്ട് ഇനി അടച്ചു വെക്കാതെ തന്നെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ കണ്ടില്ലേ, അതിന്റെ ആ ഒരു കളറും ആ ജ്യൂസൊക്കെ വിട്ട് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ. നല്ല ഇച്ചിരി കൂടി ഒന്ന് കുറുകട്ടെ. അപ്പോഴാണ് നമുക്ക് അധികം ലൂസി ആയിട്ട് വേണ്ട, ഇച്ചിരി ഒന്ന് കുറുകട്ടെ. അപ്പൊ കുറുകുമ്പോ ഇച്ചിരി കൂടി നന്നായിട്ടൊന്ന് മുന്തിരി വേവുമ്പോൾ അതിന്റെ കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് സ്ക്വാഷിനുണ്ടാവും. അപ്പൊ ഇച്ചിരി ഒന്ന് കുറുകട്ടെ. അങ്ങനെ മുന്തിരി ഏകദേശം തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് അതിന്റെ ചാറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മുന്തിരി തോലൊക്കെ വിട്ട് വന്ന് അതൊരു നല്ല കുറുകിയ നല്ലൊരു കളറായിട്ടുള്ളൊരു ചാറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എടുക്കുന്ന പാത്രം വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇനി നമ്മൾ കുറച്ചായിട്ട് എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചിട്ട് എടുത്താൽ മതി. നന്നായിട്ട് തോലൊക്കെ വിട്ട് വന്നത് കൊണ്ട് കൂടുതൽ ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ വരും. അപ്പോൾ നമുക്ക് ബാക്കി കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരച്ചെടുക്കട്ടെ. സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ കിട്ടും. നമുക്ക് വിരുന്നാറൊക്കെ വരുമ്പോഴേ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഡ്രിങ്കാണ്. നമുക്കിത് കുറച്ച് സ്ക്വാഷായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ക്വാഷ് നമ്മളൊരു നല്ല അടപ്പുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ടൊന്നത് ചെയ്തിട്ട് അതിൻ്റെ ചാറൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല എന്താ പറയുക തിക്കായിട്ട് വന്നിട്ടുണ്ട്.
അത്യാവശ്യം കുഴപ്പമില്ലാതെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുന്തിരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ജ്യൂസ് മാത്രം അടിച്ച് കുടിക്കാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കുക. അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം അവർക്ക് സെർവ് ചെയ്യാനും നമുക്ക് പറ്റും അല്ലേ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ക്യാഷ് വാങ്ങിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പുളിനാരങ്ങ, ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം പുളിനാരങ്ങയുടെ നീരാണ്, അത് കുഴിഞ്ഞ് ലാസ്റ്റായിട്ട് ചേർത്തെടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു വായി കയറാത്തൊരു നല്ല അടച്ചുറപ്പുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടച്ചുറപ്പുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു ബോട്ടിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതുപോലൊരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം. വലിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. നമുക്കൊന്ന് മൂടി ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വാഷ് ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് സ്ക്വാഷ് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ വേറെ വലിയ പണിയില്ല. ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടാകുമ്പം നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.